നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വാസറെക്സിൽ എങ്ങനെ IMPS വഴി ഫണ്ട് ആഡ് ചെയ്യാനാണ്. അതുകൂടാണ്ട് വാസറെക്സിലെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ട്യൂട്ടോറിയലും കാണിക്കുന്നുണ്ട്. എൻജോയ് ടെക് വിത്ത് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ അത് തന്നെ നമ്മൾ വാസറെക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അതിൽ ക്വിക്ക് ബൈ, എക്സ്ചേഞ്ച്, ഓർഡേഴ്സ്, ഫണ്ട്സ് എന്ന് പറഞ്ഞ മെയിൻ ഓപ്ഷൻസ് ആണുള്ളത്. ക്വിക്ക് ബൈ പുതിയതായിട്ട് വന്നതാണ്. ഓർഡേഴ്സിൽ നമ്മുടെ ഓർഡേഴ്സ് ആണ്, മറ്റും എക്സ്ചേഞ്ചിലാണ് നമ്മൾ ബൈ ചെയ്യണത്, സെല് ചെയ്യണതും. ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസ്കോഡ് അടിക്കുക ഉണ്ടെങ്കിൽ എന്നിട്ട് INR ക്ലിക്ക് ചെയ്യുക. ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണാൻ പറ്റുന്നത്. നേരത്തെ UPI ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആകെ ഒരു ഓപ്ഷനുള്ളൂ, ഇൻസ്റ്റൻറ്റ് ഡെപ്പോസിറ്റ്. അത് IMPS അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ നെഫ്റ്റ് ഈ വഴി മാത്രമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IMPS നമുക്ക് ഗൂഗിൾ പേയും UPI ആപ്സൊന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ബാങ്കിൻ്റേതായ ആപ്പ് വേണം. അപ്പോൾ ബാങ്കിൻ്റെ ആപ്പ് വേണം. നമ്മുടെ ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് വേണം. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ കാണിക്കും. പേ ഫ്രം എന്നുള്ളതിൽ താഴെ നമ്മൾ അയച്ചു കൊടുക്കേണ്ട അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അതായത് ഈ വാളറ്റിലോട്ട് കയറണമെങ്കിലുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെയാണ് താഴെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മുടെ ആ വാളറ്റിൻ്റെ ഉള്ളിലോട്ട് കയറും, ഫണ്ട് ആടാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ SBI ആണ്, അതുകൊണ്ട് യോണോ SBI എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യോണോ SBI എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ പേ ഒന്നും വഴി ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്, MPIN അടിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് യോനോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അതർ ബാങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. SBI അല്ലല്ലോ അത്. അത് കഴിഞ്ഞ് നമ്മൾ നെയിം അടിക്കുക, അക്കൗണ്ട് നമ്പർ അടിക്കുക, അക്കൗണ്ട് നമ്പർ വീണ്ടും അടിക്കുക, IFSC കോഡ് അടിക്കുക. എല്ലാം ആ താഴത്തെ നമ്മൾ അയച്ചു കൊടുക്കേണ്ട Paytm ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ അടിക്കണം. അപ്പോൾ അത് എല്ലാം ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കുക. കറക്റ്റ് നോക്കിയിട്ട് ഡബിൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ എമൗണ്ട് എത്രയാണോ അയച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്ര അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് റിമാർക്കിൽ നമുക്ക് ഇഷ്ടമുള്ള അടിക്കാം. ഞാനിപ്പോൾ വാസറെക്സ് എന്ന് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിലായിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലായിട്ട് OTP വരും. അപ്പോൾ ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ എൻ്റർ ആവും. യോണോ SBIയിൽ നമ്മൾ നോക്കിയിരുന്നാൽ മതി. അതായത് അത് വരെ വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വന്നു കഴിയുമ്പോൾ സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ 5500 രൂപ ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ നമുക്ക് ഇനി യോനോ SBI ക്ലോസ് ചെയ്യാം. വാസറെക്സ് ഒന്നുകൂടി ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടി ഞാൻ ഓപ്പൺ ചെയ്യാണ് വാസറെക്സ്. ഇപ്പോൾ വാസറെക്സിൽ നമുക്ക് ഫണ്ട് ആഡ് ആയാൽ നോക്കാം. ഫണ്ട്സിൽ പോവാം. ഫണ്ട്സിൽ പോയി കഴിഞ്ഞിട്ട് പാസ്കോഡ് അടിക്കുക. പാസ്കോഡ് നിങ്ങൾക്ക് സെറ്റിങ്സിൽ സെറ്റ് ചെയ്യാം കേട്ടോ. പാസ്കോഡ് വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തതാണ്. പാസ്കോഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ 5486 കയറിയുണ്ട്. കുറച്ച് ഫീസായിട്ട് പോയിട്ടുണ്ട്, 6 രൂപ ഫീസ്. പിന്നെ അല്ലാണ്ട് കുറച്ച് മൈനസും ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് പോയത്. ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും കോയിൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വിക്ക് ബൈയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇതിൽ ബൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബൈ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് കോയിൻസ് ആണുള്ളൂ ക്വിക്ക് ബൈയിൽ. പിന്നെ അല്ലാണ്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോയിൻസും ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ചേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നോക്കി ഇവിടെ നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കാൻ പറ്റും. ഫേവറേറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കോയിൻസ് നമുക്ക് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വിന്ന് ഫേവറേറ്റ് ആണെങ്കിൽ വിന്നിൽ സെലക്ട് ചെയ്ത് ഞെക്കി പിടിച്ചിട്ട് ഫേവറേറ്റ് എന്നുള്ളത് ഓണാക്കാൻ പറ്റും. ഫേവറേറ്റ് ആക്കാൻ പറ്റും ഇങ്ങനെ. എന്നിട്ട് പിന്നെ വിന്ന് ഫേവറേറ്റിൽ നിന്ന് കളയണമെങ്കിൽ വീണ്ടും ഞെക്കി പിടിച്ചിട്ട് അത് വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ INR, USDT, WRX, BTC, P2P, STF ഇങ്ങനെ ഓപ്ഷൻസാണ്. അപ്പോൾ STF ഒക്കെ പുതിയ ഓപ്ഷനാണ്. STF എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വേറെ ട്രേഡേഴ്സിനെ ഉപയോഗിച്ചിട്ട് അവർ ഇഷ്ടമുള്ള രീതിക്ക് നമ്മുടെ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്ന സംഭവമാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. P2P എന്ന് വെച്ചാൽ വേറെ ആളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് വേറെ ആൾക്ക് പൈസ കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കോയിൻ USDT മേടിക്കുന്ന സംഭവമാണ്. BTC എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ കൊടുത്തിട്ട് നമ്മൾ ഈ ബിറ്റ് കോയിൻ കൊടുത്തിട്ട് മേടിക്കുന്ന കോയിൻസ് അല്ലെങ്കിൽ ടോക്കൺസ് ഉള്ള ഏരിയയാണ് BTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. WRX എന്ന് വെച്ച് കഴിഞ്ഞാൽ WRX എന്ന് പറഞ്ഞാൽ വാസറെക്സിൻ്റെ കോയിൻ കൊടുത്തിട്ട് മേടിക്കുന്ന ടോക്കൺസ് അല്ലെങ്കിൽ കോയിൻസ്. അതായത് വാസറെക്സിൻ്റെ കോയിൻ ആദ്യം നമ്മൾ മേടിക്കണം, എന്നിട്ട് അത് വെച്ചിട്ട് മേടിക്കുന്ന കോയിൻസാണ് ഇതിൽ വരുന്നത്. USDT എന്ന് വെച്ചാൽ USDT, അതായത് US ഡോളറിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ടെതർ USD എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ട്. ആ കോയിൻ വെച്ചിട്ട് മേടിക്കുന്ന ക്രിപ്റ്റോസാണ് ഇതിൽ വരുന്നത്. പിന്നെ INR എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് INR വെച്ച് മേടിക്കാൻ പറ്റുന്ന കോയിൻസ്. അപ്പോൾ ഇത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം തന്നെ USDT ആണ് മേടിക്കേണ്ടത്. USDT വെച്ച് കോയിൻ മേടിക്കണമെങ്കിൽ USDT വാങ്ങിക്കണം. WRX വെച്ച് ആ കോയിൻ മേടിക്കണമെങ്കിൽ WRX മേടിക്കണം. WRX വെച്ച് ചില കോയിൻസ് WRX വെച്ച് മാത്രമാണ് കിട്ടുള്ളൂ എന്നുള്ള കോയിൻസ് ചിലപ്പോൾ ഉണ്ടാവും.
അപ്പോൾ BTC വെച്ച് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കോയിൻസ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് BTC മേടിക്കണം, അത് നിർബന്ധമായിട്ട് മേടിക്കണം. ഇപ്പോൾ USDT വെച്ച് മേടിക്കണം മാത്രമായിട്ടുള്ള കോയിൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ പ്രൈസിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഇങ്ങനെ ഷോർട്ടായിട്ട് വരും. ഏറ്റവും പ്രൈസ് കുറഞ്ഞ മുകളിൽ വരും, ഏറ്റവും പ്രൈസ് കൂടിയത് താഴെ വരും. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ്, ഏറ്റവും പ്രൈസ് കുറഞ്ഞ മുകളിൽ, ബാക്കി പ്രൈസ് കൂടിയത് ഇങ്ങനെ താഴത്തായിട്ടായിരിക്കും എന്നൊക്കെയത്. ഇനി നമ്മൾ INR പോയി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നോക്കി കഴിയുമ്പോൾ INR USDTയിലുള്ള എല്ലാ കോയിനും ഇല്ല, ഈ N-Cash ഒന്നും ഇല്ല കണ്ടോ. അപ്പോൾ USDT വെച്ചിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലുള്ള എല്ലാ കോയിനും കിട്ടും. പിന്നെ മാർക്കറ്റ് വെച്ച് വോളിയം വെച്ചൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു കോയിൻ്റെ പേരറിയാം, അതാണ് മേടിക്കേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ സെർച്ച് അടിക്കുക. അപ്പോൾ ഞാൻ ഡെൻറ്റാണ് മേടിക്കേണ്ടതെങ്കിൽ ഡെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡെൻറ്റ് നമുക്ക് INR കൊടുത്ത് മേടിക്കാം ഡയറക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് USDT ഉണ്ടെങ്കിൽ USDT കൊടുത്തും മേടിക്കാം. ഡെൻറ്റ്/USDT ക്ലിക്ക് ചെയ്യാം, USDT കോയിൻ കൊടുത്തിട്ട് മേടിക്കാം. ഡെൻറ്റ്/INR ക്ലിക്ക് ചെയ്യാം, INR അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി ഡയറക്റ്റ് കൊടുത്ത് മേടിക്കാം. പിന്നെ നമ്മൾ USDT കൊടുത്ത് മേടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ USDT എന്ന് സെർച്ച് അടിച്ചിട്ട് USDT INR കൊടുത്ത് മേടിക്കണം. പിന്നെ വേറെ ഏതെങ്കിലും നമ്മൾ കോയിനാണെങ്കിൽ നമുക്ക് അഡാന്ന് വിചാരിച്ചു, അഡാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡാനോ ഉണ്ടല്ലോ, കാർഡാനോ നമുക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് INR കൊടുത്ത് മേടിക്കാം, USDT കൊടുത്ത് മേടിക്കാം, WRX കൊടുത്ത് മേടിക്കാം, BTC കൊടുത്ത് മേടിക്കാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും കൊടുത്ത് മേടിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ BTC ആണുള്ളത്, അത് കൊടുത്താണ് മേടിക്കുന്നുണ്ടെങ്കിൽ BTC കൊടുത്ത് മേടിക്കാം. WRX മേടിച്ചിട്ട് WRX കൊടുത്ത് വേണമെങ്കിൽ മേടിക്കാം. USDT മേടിച്ചിട്ട് USDT കൊടുത്ത് വേണമെങ്കിൽ മേടിക്കാം. സെല്ല് ചെയ്യണതും അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബൈ ഓർ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്കോഡ് അടിക്കാം. പാസ്കോഡ് അടിച്ച് കഴിഞ്ഞിട്ട് ബൈ ഓർ സെല്ലിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അട നമുക്ക് മേടിക്കണമെങ്കിൽ അടയിൽ എത്ര എമൗണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിൽ എത്ര എമൗണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിക്കുക. ഇപ്പോൾ USDT 359 റുപ്പീസ് ആവും. പിന്നെ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര എണ്ണം സെല്ല് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് അടിക്കുക, എന്നിട്ട് സെല്ലടിക്കുക. അപ്പോൾ USDT ആണ് ഇത് കിട്ടുന്നത്. അഡ/USDT വെച്ച് സെല്ല് ചെയ്യുകയാണെങ്കിൽ USDT ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അഡ/WRX വെച്ച് സെല്ല് ചെയ്യുകയാണെങ്കിൽ WRX ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സെല്ല് ചെയ്യുമ്പോൾ പൈസ ആയിരിക്കില്ല, INR ആയിരിക്കില്ല കിട്ടുന്നത്. അഡ/BTC വെച്ചിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് BTC ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ. പിന്നെ ഓർഡേഴ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഓപ്പണും ഹിസ്റ്ററി ഉണ്ട്. ഓപ്പണിൽ നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡർ നമ്മൾ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് ഓപ്പണായിട്ട് നിൽക്കുകയാണെങ്കിൽ, അത് സെല്ലാവണമെങ്കിൽ ചിലപ്പോൾ സമയം എടുക്കും, നമ്മൾ കുറേ എമൗണ്ടൊക്കെ മേടിക്കുമ്പോൾ. പിന്നെ നമ്മുടെ പ്രൈസ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിലായിരിക്കും നമ്മുടെ ആ ഓർഡർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാം, മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസാണ് വന്നത്. ഇപ്പോൾ എൻ്റെ ഓർഡർ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. പിന്നെ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അതായത് നമ്മൾ ചെയ്ത ഓർഡേഴ്സൊക്കെ കാണാൻ പറ്റും ഹിസ്റ്ററിയിൽ. പിന്നെ എക്സ്ചേഞ്ച് പോയി കഴിയുമ്പോൾ USDT എന്നുള്ള ഒരു സെക്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് USDT എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ട്. ആ കോയിൻ വെച്ചിട്ട് $, ഈക്വലൻ്റ് ആയിട്ടുള്ള ഏകദേശം $, റേറ്റുള്ള കോയിനാണ്. അത് വെച്ചിട്ട് മേടിക്കാൻ പറ്റുന്ന ക്രിപ്റ്റോസാണ് കാണുന്നത്. INR എന്ന് പറഞ്ഞ സെക്ഷനിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് INR വെച്ച് മേടിക്കാൻ പറ്റുന്ന കോയിൻസാണ് കാണുന്നത്. USDT എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നല്ല വില കുറഞ്ഞ കോയിൻസ് ഉണ്ട്. അപ്പോൾ USDT ആണ് നമ്മൾ ആദ്യം മേടിക്കേണ്ടത്. INR വെച്ച് USDT മേടിക്കുക. USDT എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബൈയിൽ ക്ലിക്ക് ചെയ്യുക. ബൈയിൽ ക്ലിക്ക് കഴിഞ്ഞിട്ട് മാക്സ് കൊടുക്കുകയാണ്. ഞാൻ 5486 നമുക്ക് 67.06 USDT കിട്ടും. അപ്പോൾ ഞാൻ ബൈ അടിച്ചു. ബൈ അടിച്ച് കഴിയുമ്പോൾ ഓർഡേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഓപ്പൺ ആണോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഹിസ്റ്ററിയിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ 67.06 USDT നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് USDT പോയിട്ട് USDT വെച്ചിട്ട് ഏതെങ്കിലും കോയിൻ മേടിക്കണമെങ്കിൽ മേടിക്കാം ഈ USDT വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ വിന്നിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്ര USDT എത്ര പൈസയ്ക്കാണ് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും പൈസ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് മാക്സ് USDTക്കാണ് മേടിക്കണമെങ്കിൽ മാക്സ് USDT 100% കൊടുക്കുക. അപ്പോൾ എനിക്ക് 60,950 വിൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിക്കണില്ല, അങ്ങനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് USDTയിൽ പോയിട്ട് വാങ്ങിക്കാം. പിന്നെ ഇനി നമുക്ക് സെല്ല് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും USDT ആണ് സെല്ല് ചെയ്യണമെങ്കിൽ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക, USDT സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ബൈ ഓർ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെല്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെല്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 100% ഫുള്ള് സെല്ല് ചെയ്യണമെങ്കിൽ 100% കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം കേട്ടോ. എന്നിട്ട് സെല്ലടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 5486 രൂപ നമ്മുടെ ഫണ്ടിലായിട്ട് ആഡ് ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.